ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ തേങ്ങാപ്പാലും ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഇതുപോലെ 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നാൽ ഒരു 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 100 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 ചെമ്മീൻ വരെ ഉണ്ടാവും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ചെമ്മീനിലുള്ള നീരൊക്കെ പുറത്തോട്ട് വരുന്നത് കാണാം. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇതൊരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ടാവും. ചെമ്മീനിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് വെള്ളം വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഇത് 2ാം പാലാണ്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് പിഴിഞ്ഞെടുത്ത ഒരു സെമി തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഇനി നമ്മുടെ ചെമ്മീൻ ബാക്കി വേവുന്നത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു വെക്കുക. അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഇനി തേങ്ങാപ്പാലിൻ്റെ പൊടി വേണമെങ്കിൽ അത് വെച്ചിട്ടും തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ അധികം വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ചെമ്മീനിലേക്ക് നമ്മൾ ചേർക്കുന്ന ഉപ്പ് ഒന്ന് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ നല്ല സോസ് പോലെ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും ചെമ്മീനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.